മാനന്തവാടി തവിഞ്ഞാൽ ഭൂമി കയ്യേറ്റത്തിൽ സർക്കാർ ഇടപെടൽ. ആദിവാസി ഭൂമി 50ഓളം പേർ കയ്യേറിയെന്ന് സ്ഥിരീകരിച്ചു. കൈവശരേഖയുള്ള 60 പേരുടെ ഹിയറിംഗ് നടത്തി ഭൂമിയില്ലാത്തവർക്ക് ഭൂമി നൽകാനും തീരുമാനമായി. ബാക്കി ഭൂമി നിലവിൽ താമസിക്കുന്നവർക്കും വീതിച്ചു നൽകും. 60 കുടുംബങ്ങൾക്ക് 1 ഏക്കർ വീതം 60 ഏക്കർ ഭൂമിയാണ് അനുവദിച്ചത്. നമ്മൾ കൊടുത്ത കൈവശരേഖ കിട്ടിയ 60 ആളെയും നമ്മൾ നേരിട്ട് ഹിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്നത്തെ യോഗത്തിൽ തീരുമാനിച്ചു. അവർക്ക് പറയാനുള്ളത് കേട്ടതിന് ശേഷം അവർ ലാൻഡ്ലെസ് ആണോ അല്ല അവർക്ക് വേറെ ഏതെങ്കിലും വില്ലേജിൽ ഇപ്പം നിലവിൽ ഭൂമിയുണ്ട്, അവരാരും തന്നെ ഈ വില്ലേജിൽ താമസിക്കുന്നവരല്ല, ഭൂരിഭാഗവും മറ്റ് ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ താമസിക്കുന്നവരാണ്. അവർക്ക് ഇനി ഭൂമി ഉണ്ടോ എന്ന് പരിശോധിച്ചതിന് ശേഷം ഇന്നത്തെ മീറ്റിങ്ങിൻ്റെ തീരുമാനമായി ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർക്ക് ഈ ഡീറ്റെയിൽസ് കൊടുത്തതിന് ശേഷം 60 പേരിൽ ആരൊക്കെ ഇത് കൊടുക്കണം, നമ്മൾ ഭൂമി ആവശ്യമുണ്ട് എന്ന് നമ്മൾ കണ്ടെത്തി അവർക്ക് കൊടുത്തതിന് ശേഷം ബാക്കി കൈവശം വെക്കാത്ത ഭൂപതിവ് റദ്ദ് ചെയ്യാനുള്ള പ്രപ്പോസൽ അയക്കാനാണ് തീരുമാനിച്ചത്. അതിൽ ഇപ്പം കയ്യേറ്റക്കാരായി വന്നവർ ലാൻഡ്ലെസ് ആണ്. അങ്ങനെ റദ്ദ് ചെയ്യുമ്പം വരുന്ന ഭൂമിയുണ്ട്, ബാലൻസ് ഭൂമി ഉണ്ടാവുമല്ലോ, അത് നിലവിലെ കൈവശക്കാരൻ്റെ അവരുടെ അർഹതയ്ക്കനുസരിച്ച് അവർക്കും പ്രപ്പോസൽ കൊടുക്കാൻ തീരുമാനിച്ചു. നഷ്ടപ്പെട്ട 60 ഏക്കർ ഭൂമി തിരിച്ചു ലഭിക്കുന്നതിന് പുറമെ ഭൂമിയിൽ അടിസ്ഥാന സൗകര്യം ഒരുക്കണമെന്നും ഭൂമി നഷ്ടപ്പെട്ടവർ ആവശ്യപ്പെട്ടു. ഭൂമി കിട്ടിയ ആൾക്കാർ അവിടെ വന്നായിരുന്നു. വന്നു കഴിഞ്ഞപ്പോൾ അവർ വന്ന് അവിടെ ഷെഡ് കെട്ടുകയും അപ്പോൾ ഷെഡ് കെട്ടി അവർ അവിടെ 1 മാസം 1.5 മാസം താമസിക്കുകയും ചെയ്ത ആളുകളാണ്. ഞാൻ നേരിട്ട് പോയി അവർ കണ്ട ആളാണ്. അവർ പറഞ്ഞ് ഞങ്ങൾ 1 മാസം അവിടെ താമസിച്ചു കഴിഞ്ഞപ്പം പിന്നെ രണ്ടാമത് ഞങ്ങളുടെ വീടുകളിലേക്ക് വരുന്ന തിരിച്ചു പോകുമ്പോൾ ഞങ്ങൾ കിട്ടിയ ഷെഡ് ഉണ്ടാവില്ല, അത് അവർ തച്ച് പൊളിച്ച് കളയുകയാണ്. അതുകൊണ്ട് വീണ്ടും രണ്ടാമത് പോയി ഷെഡ് വെച്ച് വീണ്ടും ഇങ്ങനെയാണ്. അപ്പോൾ അവർക്ക് അവിടെ കയറി ഷെഡ് കെട്ടാൻ പറ്റാത്ത സ്ഥിതിയായിപ്പോയി. കുറച്ച് സമുദായത്തിലുള്ള ആളുകൾക്ക് അവിടെ കയറി വീട് വെക്കണം, അത് ഈ സ്ഥലം അവരെ കൈവശമാക്കണം. അതുകൊണ്ടാണ് ഇവരവിടെ പോകുന്ന ആളുകളെ അടിയപ്പണിയ കുറുമ സമുദായത്തിലുള്ള ആളുകൾ അവർ പല രീതിയിലും ഭീഷണിപ്പെടുത്തി വിടുകയായിരുന്നു ചെയ്തത്. അങ്ങനെ അവർ മാറി മാറി വന്ന ആ സാഹചര്യം അവർ മുതലെടുത്തു. അവർ കയറി അവിടെ വീട് വെച്ചു. ഞങ്ങൾക്ക് 60 ഏക്കർ ഭൂമി കിട്ടിയ ഭൂമി അത് നമ്മുടെ ആളുകൾക്ക് കൊടുത്തിരിക്കണം, അതാണ് ഞാൻ വെച്ച ഡിമാൻഡ്. അത് 60 പേർക്കും കൊടുത്തിരിക്കണം. അതുപോലെ തന്നെ അവിടെ താമസയോഗ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ അതും മെച്ചപ്പെടുത്തണം. അവർക്ക് വീട്, കുടിവെള്ളം എല്ലാ കാര്യങ്ങൾ ചെയ്യണം. വയനാട്ടിൽ നിന്ന് വിവരങ്ങളുമായി ആഷിഖ് റഹ്മാനാണ് ചേരുന്നത്. ആഷിഖ്, ഈ മുത്തങ്ങ സമരത്തിലൂടെ അടിയ, പണിയ, കാട്ടുനായ്ക്ക വിഭാഗക്കാർക്ക് ലഭിച്ച ഭൂമി കയ്യേറിയ വാർത്ത ന്യൂസ് മലയാളം തന്നെയാണ് പുറത്തുവിട്ടത്. അതിലാണ് ഇപ്പോൾ സർക്കാർ ഇടപെടൽ. എങ്ങനെയാണ് ഈ വിഷയത്തിലെ സർക്കാർ ഇടപെടൽ? സേതുലക്ഷ്മി, ഗുഡ് മോർണിംഗ്. 2010-11 കാലയളവിലാണ് മുത്തങ്ങ സമരത്തിലൂടെ ഭൂരഹിതരായ 60ഓളം ആദിവാസി കുടുംബങ്ങൾക്ക് മാനന്തവാടിയിലെ തവിഞ്ഞാൽ പഞ്ചായത്തിൽ ഏകദേശം 1 ഏക്കർ വീതം ഭൂമി അനുവദിച്ചത്. പക്ഷേ ഈ ആദിവാസി വിഭാഗങ്ങൾ അവർക്ക് പെട്ടെന്ന്, അതായത് വലിയ കാടായിരുന്നു അത്, ആ പ്രദേശത്ത് പെട്ടെന്ന് വന്ന് താമസിക്കാൻ കഴിഞ്ഞിരുന്നില്ല. പിന്നെ അവർക്ക് പല ജോലികളുണ്ടായിരുന്നു. അപ്പോൾ ഈ ജോലിയെല്ലാം വിട്ട് അവിടെ വന്ന് ഈ ഭൂമിയെല്ലാം വൃത്തിയാക്കി ഒരു വീട് നിർമ്മിക്കാനുള്ള ഒരു ശേഷി അവർക്കുണ്ടായിരുന്നില്ല. സാമ്പത്തികമായും അവർ വലിയ പിന്നോക്കാവസ്ഥയിലായിരുന്നു. അതുകൊണ്ട് അവിടെ വന്ന് ഈ കാട് തെറ്റിദ്ധരിച്ചൊരു വീട് നിർമ്മിക്കാനൊന്നും കഴിഞ്ഞില്ല. സർക്കാരും വലിയ രീതിയിൽ ഇവരെ സഹായിച്ചില്ല. തുടർന്ന് 2011 ഇങ്ങോട്ട് ഇവർ 4 കുടുംബങ്ങൾ മാത്രമാണ് അവിടെ വീട് വെച്ച് താമസിച്ചത്. മറ്റു കുടുംബങ്ങൾ ആരും എത്തിയില്ല. പിന്നീട് കുറച്ച് കാലം കഴിഞ്ഞ് അവിടെ എത്തിയ സമയത്താണ് തങ്ങളുടെ ഭൂമി കയ്യേറിയ ഒരു കാര്യം അവർ തിരിച്ചറിയുന്നത്. ആ ഭൂമിയിൽ പലരും കയ്യേറി അവിടെ വീടടക്കം പല നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിന് ഈ അധികൃതർ കറണ്ട് കണക്ഷൻ അടക്കം നൽകിയിട്ടുണ്ട്. അതായത് വലിയ തരത്തിൽ വീട് നിർമ്മിക്കുക മാത്രമല്ല, അതിന് കറണ്ട് കണക്ഷൻ, ഒരു വീടിന് കറണ്ട് കണക്ഷൻ നൽകണമെങ്കിൽ സ്വാഭാവികമായിട്ടും അത് പഞ്ചായത്ത് അംഗീകരിക്കണം. അങ്ങനെ കയ്യേറ്റക്കാർക്ക് കറണ്ട് കണക്ഷൻ വരെ നൽകുന്ന രീതിയിൽ വലിയൊരു ക്രമക്കേട് അവിടെ നടന്നു. തുടർന്ന് ഇവരുമായി സംസാരിച്ചെങ്കിൽ പോലും ഇവരെ ആട്ടിയൊടിക്കുന്ന, അതായത് ഈ ഭൂമി നഷ്ടപ്പെട്ട ആദിവാസികളെ ആട്ടിയൊടിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. തുടർന്ന് ഇവർ പരാതി നൽകുന്നു. തുടർന്ന് ഈ പഞ്ചായത്ത് അടക്കം ഈ തഹസിൽദാർ അടക്കം നടത്തിയ പരിശോധനയിലാണ് ഈ കയ്യേറ്റം സ്ഥിരീകരിക്കുന്നത്. ഏകദേശം 50ഓളം കുടുംബങ്ങൾ നിലവിൽ അവിടെ കയ്യേറിയിട്ടുണ്ടെന്ന് തഹസിൽദാർ തന്നെ നമ്മളോട് സ്ഥിരീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു രമ്യമായ പരിഹാരമാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് ഈ കയ്യേറിയവരും എസ് ടിക്കാരാണ്. ഈ ഭൂമി നഷ്ടപ്പെടും ST വിഭാഗമാണ്, ഷെഡ്യൂൾ ട്രൈബ് കൂട്ടത്തിൽപ്പെടുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ വിഷയത്തിൽ ഒരു രമ്യമായ പരിഹാരത്തിനാണ് സർക്കാരും ആലോചിക്കുന്നത്. അതിൻ്റെ ആദ്യഘട്ടം നിലക്ക് ഈ ഭൂമി നൽകി, അതായത് കൈവശരേഖയുള്ള ഈ തവിഞ്ഞാലിൽ ഭൂമി സർക്കാർ നൽകി 60ഓളം കുടുംബങ്ങൾ ഹിയറിംഗ് നടത്തും. ഈ ഹിയറിംഗ് നടത്തി
ഭൂമി ഇല്ലാത്തവർ ആരാണോ അവർക്ക് ഭൂമി നൽകാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. 1 ഏക്കർ ഭൂമി തന്നെ ഈ ഭൂമി എവിടെയാണോ തവിഞ്ഞാൽ പഞ്ചായത്തിൽ ഭൂമി നൽകി അവിടെ തന്നെ ഭൂമി നൽകും. മറ്റാർക്കെങ്കിലും നിലവിൽ ഭൂമി ഉണ്ടെങ്കിൽ അവർക്ക് ഭൂമി നൽകില്ല എന്നും ഈ തഹസിൽദാർ അറിയിക്കുന്നുണ്ട്. ബാക്കി വരുന്ന ഭൂമി, മിച്ചം വരുന്ന ഭൂമി നിലവിൽ കയ്യേറിയ ആളുകൾക്ക് വിതരണം ചെയ്യാനും നിലവിൽ തീരുമാനമായിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ രണ്ട് കൂട്ടരും ST ഷെഡ്യൂൾ ട്രൈബ് കൂട്ടുകാരായതുകൊണ്ട് തന്നെ രണ്ട് വിഭാഗത്തിനെയും പരിഗണിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്കാണ് തഹസിൽദാറും പോകുന്നത്. ആദ്യഘട്ടത്തിൽ ഈ ഒരു സർവേ, നിലവിലെ ഡിജിറ്റൽ സർവേ അവിടെ നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി ഇനി ഹിയറിംഗ് നടക്കും. ഹിയറിംഗ് നടത്തി ഭൂമി ആർക്കാണ് ഇല്ലാത്തത് അവരെ പരിഗണിച്ച ശേഷം ബാക്കി വരുന്ന ഭൂമി മറ്റുള്ളവർക്ക്, അതായത് നിലവിൽ അവിടെ താമസിക്കുന്ന ആൾക്കാരോട് വിതരണം ചെയ്ത് ഇത് രമ്യമായി പരിഹരിക്കാനാണ് നിലവിൽ സർക്കാർ ഉദ്ദേശിക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രിക്കടക്കം മന്ത്രിമാർക്കടക്കം നിലവിൽ പരാതി നൽകാൻ ഈ ഭൂമി നഷ്ടപ്പെട്ടവരും ആലോചിച്ചിട്ടുണ്ട്. കാരണം അവരുടെ ഭൂമിയാണ് 15 വർഷത്തോളമായി അവർക്ക് നഷ്ടപ്പെട്ട ഭൂമിയാണ്. അതുകൊണ്ട് 60 കുടുംബങ്ങൾക്കും ഈ അർഹമായ 1 ഏക്കർ ഭൂമി വീതം നൽകണമെന്നാണ് ആവശ്യം. അതോടുകൂടി തന്നെ ഭൂമിയിൽ അടിസ്ഥാന സൗകര്യങ്ങളായ റോഡ്, കറണ്ട് കണക്ഷൻ നൽകണമെന്ന് ഇവർ ആവശ്യപ്പെടുന്നുണ്ട്. എന്തായാലും സർക്കാർ നടപടി തുടങ്ങിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ദുരന്തബാധിതർക്ക് നോട്ടീസ് നൽകി ഹിയറിംഗിന് എത്താൻ ആവശ്യപ്പെടും. ശരി ആഷിഖ്, വ്യക്തമാണ്. മാനന്തവാടി തവിഞ്ഞാൽ ഭൂമി കൈയേറ്റത്തിൽ സർക്കാർ ഇടപെടൽ. ന്യൂസ് മലയാളം ബിഗ് ഇംപാക്ട് വിവരങ്ങൾ നൽകുകയായിരുന്നു ആഷിഖ് റഹ്മാൻ വയനാട്ടിൽ നിന്ന്.